പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം നാളെ ആരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. പ്രധാനമന്ത്രി ആദ്യം എത്തുക. തുർക്കിയുടെ ശത്രു രാജ്യമെന്ന നിലയിൽ മോദിയുടെ സൈപ്രസ് യാത്ര വലിയ വാർത്തയായിരുന്നു. പതിറ്റാണ്ടുകളുടെ തർക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് തുർക്കി പിന്തുണ നൽകിയത് വിവാദമായിരുന്നു. സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും നരേന്ദ്രമോദി. ഇതിനു മുൻപ് അടൽ ബിഹാരി വാജ്പേയിയും ഇന്ദിരാഗാന്ധിയുമാണ് സൈപ്രസിൽ എത്തിയിരുന്നത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കാനഡയിൽ എത്തുക. കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തെ നയതന്ത്ര വിള്ളൽ മോദിയുടെ സന്ദർശനത്തിലൂടെ പരിഹരിക്കും എന്നാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ച മോദി കാനഡയിലെത്തും. ഉച്ചകോടിക്കിടെ മാർക്ക് കാർണിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്ന വേദിയാകും എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. ട്രംപിൻ്റെ വ്യാപാര നയങ്ങളിൽ പെട്ടുലയുന്ന കാനഡയ്ക്ക് ഭാരതവുമായി സാമ്പത്തിക ബന്ധം ശക്തമാക്കേണ്ടത് അനിവാര്യമാണ്. ജൂൺ 18 ക്രൊയേഷ്യൻ സന്ദർശനത്തോടെ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം അവസാനിക്കും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം.